എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് A+ മുതൽ D+ വരെ കിട്ടുന്നതിലേക്ക് എത്ര മാർക്ക് വിദ്യാർത്ഥികൾ നേടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 40 മാർക്കിൽ, അതായത് എഴുത്തു പരീക്ഷയിൽ എത്ര മാർക്ക് A+ കിട്ടാൻ വേണം, അതുപോലെ തന്നെ 80-ൽ എത്ര മാർക്ക് വേണം, അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ കൂടെ 10 മാർക്ക് CE ഉൾപ്പെടെ നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് എത്ര വേണം, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയങ്ങളിൽ 20 മാർക്ക് CE മാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ 20 മാർക്ക് CE ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം A+ കിട്ടാനായിട്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് പാസ്സാവുന്നതിനായിട്ട്, അതായത് SSLC പരീക്ഷ പാസ്സാവുന്നതിനായിട്ട് ഏറ്റവും കുറവ് മാർക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളെ മുതൽ പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇടവേളകളോടുകൂടിയാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ടെൻഷനൊന്നും അടിക്കാതെ തന്നെ പോയിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതി അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് പോയിട്ട് പരീക്ഷ എഴുതുക. കാരണം നിങ്ങൾ എഴുതിക്കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയാണെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് അത് ആലോചിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പിന്നീട് കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, SSLC പരീക്ഷയ്ക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ മാർക്ക് കുറയുകയാണ്, അതായത് D+ ഗ്രേഡോ അല്ലെങ്കിൽ അതിന് മുകളിൽ ഏതെങ്കിലുമൊക്കെ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് വർദ്ധിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് അത് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരിക്കില്ല. അതായത് SSLC ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ SSLC ഏതെങ്കിലും സബ്ജക്റ്റിൽ തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സബ്ജക്റ്റ് സേ പരീക്ഷ, അതായത് SSLC സേ പരീക്ഷ എഴുതാൻ സാധിക്കും. 3 വിഷയമാണ് ഒരു വിദ്യാർത്ഥിക്ക് സേ പരീക്ഷ എഴുതാൻ പറ്റുക. സ്പെഷ്യൽ കേസിൽ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള മരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്നിങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ ഇതിൽ ഏത് ഡോക്യുമെൻ്റാണോ വേണ്ടത് അത് നിങ്ങൾ സ്കൂളിൽ ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് 10 വിഷയങ്ങളും വേണമെങ്കിൽ എഴുതാൻ സാധിക്കും. ഒരു വിഷയം IT ആണ്, അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അത് എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു IT സബ്ജക്റ്റിൻ്റേത് കൂടി എഴുതുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സ്കോർ നിങ്ങൾ എഴുതിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം +1 അഡ്മിഷൻ സമയത്ത് മാർക്ക് കുറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ജസ്റ്റ് പാസ്സാവുന്നതിനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഒരു വിദ്യാർത്ഥിക്ക്, അതായത് നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. അതുപോലെ തന്നെ 10 മാർക്ക് CE ഉണ്ട്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 20 മാർക്ക് CE ഉണ്ട്. അപ്പോൾ ഇങ്ങനെ CE ഉൾപ്പെടെ 50-ലാണ് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് വരിക. 80 മാർക്ക് പരീക്ഷയിൽ 20 മാർക്ക് CE ഉൾപ്പെടെ 100 മാർക്കിലാണ് വരിക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, അതായത് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയത്തിൽ CE 10 ഉൾപ്പെടെ 50-ലാണ് ഉണ്ടാകുക. 50-ൽ നിങ്ങൾക്ക് ഈ ഒരു 15 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ബാക്കി, അതായത് 80 മാർക്കിൻ്റെ വിഷയം ആണ് എങ്കിൽ 80 മാർക്കിൽ 20 മാർക്ക് CE ഉണ്ട്. അപ്പോൾ ഈ ഒരു 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100-ലാണ് മാർക്ക് വരിക. അപ്പോൾ ഈ ഒരു 100-ൽ നിങ്ങൾക്ക് ഈ ഒരു 30 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. ഫുൾ CE മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അത് 20 മാർക്ക് ഫുൾ CE കിട്ടിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആകെ 10 മാർക്ക് മാത്രമാണ് എഴുത്ത് പരീക്ഷയിൽ വേണ്ടത്. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്ക് ഫുൾ CE കിട്ടുന്ന ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 5 മാർക്ക് മാത്രമേ എഴുത്ത് പരീക്ഷയിൽ ജയിക്കാനായിട്ട് മിനിമം വേണ്ടൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 5-10 മാർക്ക് നേടിയത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പ്രയോജനം ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ SSLC ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചു എന്ന് പറയാൻ മാത്രമാണ് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു പാസ് മാർക്ക്, അതായത് ഈ ഒരു 5-10 മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നതിലും നല്ലത് നിങ്ങൾ ജസ്റ്റ് ഒരു, അതായത് 40 മാർക്കിൻ്റെ വിഷയത്തിൽ ഒരു 30 മാർക്ക്, അതുപോലെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ മിനിമം ഒരു 60-70 മാർക്കൊക്കെ വാങ്ങിച്ച് ജയിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ജയിക്കുകയേ വേണ്ടൂ എന്ന് കരുതി പരീക്ഷ എഴുതരുത്. കൂടുതൽ മാർക്ക് നേടാൻ പറ്റുമെന്നുള്ള രീതിയിൽ പരീക്ഷ എഴുതുക.
നിങ്ങൾക്കറിയാവുന്ന എല്ലാവിധ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് നൽകുക. ചോയ്സ് ക്വസ്റ്റ്യൻസിന് അതിന് പറയുന്ന പ്രകാരം എത്ര ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ആൻസർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രേഡ് A+ കിട്ടാനും അതുപോലെ തന്നെ ഒരു A+ മുതൽ D+ വരെ കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ CE മാർക്ക് കൂട്ടാതെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയുള്ള സബ്ജക്റ്റുകൾ നോക്കാം. ബയോളജിയൊക്കെ അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ 40-ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 40 മാർക്കിൻ്റെ ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ 40 മാർക്കിൻ്റെ വരുന്ന സമയത്ത്, അതായത് 40 മാർക്കിൻ്റെ ആ ഒരു സബ്ജക്റ്റിൽ, അപ്പോൾ 40 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് 36 മുതൽ 40 വരെ മാർക്ക് കിട്ടിയാലാണ് അതിന് A+ ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 31 മുതൽ, അതായത് 31 മുതൽ 35 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് അതിന് A ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ 26 മുതൽ 30 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അതിന് B+ ഗ്രേഡ് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ 21 മുതൽ നിങ്ങൾക്ക് 25 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് അതിന് B ഗ്രേഡ് കിട്ടുക. അതുപോലെ 16 മുതൽ നിങ്ങൾക്ക് ഈ ഒരു 20 വരെ മാർക്ക് കിട്ടുകയാണ് എങ്കിലാണ് നിങ്ങൾക്ക് ഒരു C+ ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ 11 മുതൽ 15 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് C ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ 6 മുതൽ 10 വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് D+ ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ 2 മുതൽ 5 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ D ഗ്രേഡും അതുപോലെ തന്നെ 2-ന് താഴെ E ഗ്രേഡുമാണ് കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് D+ ഗ്രേഡിൽ താഴെ പോവുകയാണെങ്കിൽ, അതായത് ഈ ഒരു D+ ഗ്രേഡിൽ നിങ്ങൾ താഴെ പോവുകയാണെങ്കിൽ അതായത് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക്, അതായത് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽഡ് ആണ് എന്നുള്ളത് പറയാൻ സാധിക്കും. അതായത് D+ ഗ്രേഡിൽ കുറവാണ് കിട്ടുന്നതെങ്കിൽ, അതായത് 2 മുതൽ 5 വരെയൊക്കെ, അതായത് 5 മാർക്കിന് താഴെ ഫെയിൽഡ് ആയിട്ടാണ് കണക്കാക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് 80 മാർക്കിൻ്റെ വിഷയം നോക്കാം. 80 മാർക്കിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗണിതശാസ്ത്രമുണ്ട്. എന്നിങ്ങനെ 3 വിഷയങ്ങളാണ് സാധാരണ 80 മാർക്കിലുള്ളത്. അപ്പോൾ ഈ ഒരു 80 മാർക്കുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് 72 മുതൽ 80 വരെ കിട്ടുകയാണെങ്കിൽ A+ഉം 64 മുതൽ 71 വരെ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ 56 മുതൽ നിങ്ങൾക്ക് 63 വരെ കിട്ടുകയാണെങ്കിൽ B+ ഗ്രേഡും, അതുപോലെ തന്നെ 48 മുതൽ 55 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ B ഗ്രേഡും, അതുപോലെ തന്നെ 40 മുതൽ 47 വരെ മാർക്ക് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് C+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു C ഗ്രേഡ് കിട്ടാനായിട്ട് 32 മുതൽ 39 വരെ മാർക്ക് വേണം. അതുപോലെ D+ ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 24 മുതൽ 31 വരെ മാർക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയത്തിൽ നേടണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് D+ ഗ്രേഡാണ് കിട്ടുക. ഇനി ഇതിനു താഴെ നിങ്ങൾക്ക് 16 മുതൽ 23 വരെയാണ് എഴുത്ത് പരീക്ഷയിൽ കിട്ടുന്നതെങ്കിൽ അതിന് D ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു E ഗ്രേഡ് കിട്ടുന്നതിലേക്ക് 0 മുതൽ 15 വരെ മാർക്കാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് D ഗ്രേഡോ E ഗ്രേഡോ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിന് ആ ഒരു വിദ്യാർത്ഥികൾ ഫെയിൽഡ് ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് CE മാർക്ക് ഉൾപ്പെടെയാണ് നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ പാസ്സാണോ, ഒരു വിഷയത്തിന് പാസ്സാണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയത്തിന്, അതായത് 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷ പറഞ്ഞു, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയുടെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷയോടൊപ്പം CE മാർക്ക് ഉൾപ്പെടെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടാനായിട്ട് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ആകെ മാർക്കിൻ്റെ 90% മുതൽ 100% വരെ മാർക്ക് കിട്ടിയാലാണ് A+ ഗ്രേഡ് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് 36 മാർക്ക് മുതലാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ 10 മാർക്ക് CE ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് 45 മുതൽ 50 വരെ മാർക്കാണ് നോക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു 40 മാർക്കും 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് ഇതിൻ്റെ ടോട്ടൽ വരിക. അപ്പോൾ 50-ൽ നിങ്ങൾക്ക് 45 മുതൽ 50 വരെ കിട്ടുകയാണെങ്കിൽ A+ ഗ്രേഡാണ് 40 മാർക്കിൻ്റെ വിഷയത്തിൽ ലഭിക്കുക. അതുപോലെ തന്നെ 40 മുതൽ 44 വരെ മാർക്ക് കിട്ടിയാൽ A ഗ്രേഡും, 35 മുതൽ 39 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ B+ ഗ്രേഡും, 30 മുതൽ നിങ്ങൾക്ക് 34 വരെ മാർക്കാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് B ഗ്രേഡും, അതുപോലെ 25 മുതൽ 29 വരെയാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് C+ ഗ്രേഡും, 20 മുതൽ 24 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ C ഗ്രേഡും, 15 മുതൽ 19 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക്
10 മുതൽ 15 വരെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഡി ഗ്രേഡും 0 മുതൽ 9 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ഇ ഗ്രേഡുമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നമുക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 20 മാർക്ക് CE ഉൾപ്പെടെ 100 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് A+ കിട്ടാനായിട്ട് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിയാൽ A+ ഗ്രേഡ്, 80 മുതൽ 89 വരെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എ ഗ്രേഡും, 70 മുതൽ 79 വരെയാണ് കിട്ടുന്നതെങ്കിൽ B+ ഗ്രേഡ്, 60 മുതൽ 69 വരെയാണ് കിട്ടുന്നതെങ്കിൽ ബി ഗ്രേഡ്, 50 മുതൽ 59 വരെയാണെങ്കിൽ C+ ഗ്രേഡ്, 40 മുതൽ 49 വരെയാണെങ്കിൽ സി ഗ്രേഡും, അതുപോലെ 30 മുതൽ 39 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ D+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ 20 മുതൽ 29 വരെ കിട്ടുകയാണെങ്കിൽ ഡി ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു 0 മുതൽ 19 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇ ഗ്രേഡാണ് കിട്ടുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഡി ഗ്രേഡും ഇ ഗ്രേഡും. അപ്പോൾ ഈ ഒരു ഡിഒ ഇഒ കിട്ടുന്ന തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവും. എന്നാൽ നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പാസ്സാകുന്നതിനും സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽഡ് ആണ് എന്നുള്ളത് പറയേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നിങ്ങൾക്ക് D+ ഗ്രേഡ് കാണാം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, മിനിമം മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു D+ ഗ്രേഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എഴുതിയിട്ട് നിങ്ങൾ വായിക്കുന്ന സമയത്ത് 40 മാർക്കിൻ്റെ വിഷയത്തിൽ 6 മാർക്ക് മുതൽ 10 മാർക്ക് വരെ നേടണം. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 24 മുതൽ 34 വരെ കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ 40 മാർക്കിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിൽ നോക്കുന്ന സമയത്ത് 15 മാർക്ക് മുതൽ 19 മാർക്ക് വരെ CE ഉൾപ്പെടെ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് D+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ 80 മാർക്ക് മുതൽ, അതായത് 80 മാർക്കിൻ്റെ വിഷയത്തിൽ 20 മാർക്ക് CE ഉൾപ്പെടെ 30 മുതൽ 39 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് D+ കിട്ടിയിട്ട് ജയിക്കുക. അതായത് നിങ്ങളോട് ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞിട്ടുള്ള 5, 10 മാർക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് 15 മാർക്ക് കിട്ടണം. 15 എന്ന് പറയുമ്പോൾ ഇവിടെ 10 മാർക്ക് CE കാണാം. അപ്പോൾ ഈ ഒരു 10 ഫുള്ള് കിട്ടിക്കഴിഞ്ഞാലാണ് എഴുത്ത് പരീക്ഷയിൽ 5 കിട്ടിയാൽ 15 കിട്ടുന്നത് കൊണ്ട് ജയിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ 20 മാർക്ക് CE ഉണ്ട്. അതിൽ 20 മാർക്ക് ഫുൾ CE കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 30 മാർക്കാണ് ടോട്ടലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മിനിമം എന്ന് പറയുന്നത് ഈ ഒരു 30 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മാർക്ക് നേടുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു മാക്സിമം ഒരു എ ഗ്രേഡോ അല്ലെങ്കിൽ ഒരു B+ ഗ്രേഡെങ്കിലും നിങ്ങൾക്ക് നേടുന്ന തരത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതായത് 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ മിനിമം ഒരു 26 മുതൽ 30 വരെ മാർക്ക് നേടുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിലൊരു 56 മുതൽ ഒരു 63 വരെ മാർക്കൊക്കെ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു B+ ഗ്രേഡ് കിട്ടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ എത്രത്തോളം മാർക്ക് വാങ്ങുന്നുവോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഗ്രേഡിലുള്ള ആ ഒരു വർധന ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് പാസ് ആവുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. കാരണം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു SSLC പരീക്ഷ കഴിഞ്ഞ ശേഷം ഞാൻ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുമായിരുന്നു, അതല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് മാർക്ക് കൂടുമായിരുന്നു എന്നുള്ളത് ചിന്തിച്ചതുകൊണ്ട് പിന്നീട് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് അതുപോലെ പേടിയോ ടെൻഷനൊന്നും കൂടാതെ തന്നെ പരീക്ഷ എഴുതുക. അതുപോലെ ഒരു വിഷയം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് കരുതി അതും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് അതിന് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ഗ്രേഡിങ്ങിൻ്റെ ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ SSLCയുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഉണ്ടായിരിക്കില്ല, ഏത് ഗ്രേഡാണ് കിട്ടിയത് എന്നുള്ളതാണ് ഉണ്ടാവുക. അതായത് A+ഓ അല്ലെങ്കിൽ Aയോ B+ഓ Bയോ C+ഓ Cയോ D+ഓ Dയോ Eയോ ഏതാണ് കിട്ടിയത് എന്നുള്ളതാണ് ഉണ്ടാവുക. ഇതിൽ Dയോ അല്ലെങ്കിൽ Eയോ കിട്ടുന്ന വിദ്യാർത്ഥികൾ പിന്നീട് SSLC സേ പരീക്ഷ എഴുതേണ്ടി വരും. സേ പരീക്ഷയുടെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് +1ൻ്റെ ഏകദേശം മുഖ്യഘട്ടത്തിലുള്ള 1 മുതൽ 3
വരെയുള്ള അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. യാതൊരു വിധത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് 40 മാർക്കിൽ എഴുത്ത് പരീക്ഷയിൽ ജയിക്കേണ്ട മാർക്ക് CE കൂട്ടാതെയാണ്. ഇത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ CE കൂട്ടാതെ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക്, അതായത് ജയിക്കാനല്ല, ഏത് ഗ്രേഡ് കിട്ടുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. D+ ഗ്രേഡെങ്കിലും മിനിമം നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.